അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളേവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ കങ്കുറ്റൂർ അൽമനാർ ഖുർആനിക് പ്രീ സ്കൂളിന്റെ 5ാമത് വാർഷിക യോഗമാണ്, സെലിബ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു രക്ഷിതാക്കളുടെ, നമ്മളെല്ലാവരുടെയും ബാധ്യതാ നിർവഹണം കൂടിയാണ് നമ്മുടെ ഈ സ്കൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് തുടക്കത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ മതബോധം ഉണ്ടാക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കുക, അവർ വഴിതെറ്റി പോകാതിരിക്കാനുള്ള അടിത്തറ പാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഈ സംവിധാനം, നമ്മുടെ സംഘടന ഒരുക്കിയിട്ടുള്ളത്. നാളെ പരലോകത്ത്, ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നാളെ പരലോകത്ത് വിചാരണ വേളയിൽ നമ്മൾ മറ്റു പല മക്കൾ പല വഴിയിലേയും തിരിഞ്ഞു പോവുകയും അവർ ഇസ്ലാമിൽ നിന്ന്, ദീനിൽ നിന്ന് പുറത്തുപോയി മറ്റു പല ആശയങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത്, വിചാരണ സമയത്ത് അവര് ഒഴികഴിവ് പറയും, നമ്മളെ ചൂണ്ടി, നമ്മളെ രക്ഷിതാക്കളോട്, പഠിച്ചോനെ എന്റെ വപ്പയും എന്നെ ദീന് പഠിപ്പിച്ചില്ല, ഖുർആൻ പഠിപ്പിച്ചില്ല, ഹദീസ് പഠിപ്പിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് അവർ ഒഴികഴിവ് പറയുമ്പോ നമുക്കൊന്നും പറയാൻ മറുപടി ഉണ്ടാവില്ല. അപ്പൊ രക്ഷിതാക്കൾ നമ്മുടെ ഭാരിച്ച ഉത്തരവാദിത്വം നിർവഹണം കൂടിയാണ് അൽമനാറിലൂടെ നിങ്ങൾ നിർവഹിക്കുന്നത്. അതിന്റെ അതിന്റെ കർത്തവ്യബോധം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിന് എല്ലാ നിലക്കും അതിന്റെ എല്ലാ പ്രവർത്തികളും സഹകരിക്കുകയും സഹായിക്കുകയും വേണം. അതിൽ ഒന്നാമതായി നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് കഴിയുന്ന, നിങ്ങളെ കുടുംബക്കാരായാലും ശരി, അയൽവാസികളായാലും ശരി, സുഹൃത്തുക്കളായാലും ശരി, മറ്റു ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് നിങ്ങളെ മക്കൾ നേടുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതിലേക്ക് കുട്ടികളെ ആകർഷിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ, ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ അഷ്റഫ് ചെട്ടിപ്പടി സാഹിബ് അവറുകളാണ്. കേനം വെസ്റ്റ് ജില്ലാ വിദ്യാഭ്യാസ ബോർഡ് കൺവീനറാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് തെക്കങ്കുറ്റൂർ KNM പ്രസിഡന്റ് അബ്ദുറസാഖ് സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് ആശംസ അർപ്പിക്കുന്നതിനായി വാരണാക്കര മണ്ഡലം പ്രസിഡന്റ്, KNM പ്രസിഡന്റ് മുഹമ്മദ് സാഹിബ്, എഞ്ചിനീയർ സാഹിബ് അവരുകളെയും ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. KNMന്റെ വാരണാക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ TK അവരുകളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് അഡ്വക്കേറ്റ് അലി മുഹമ്മദ് സാഹിബ് ഏതാനും നിമിഷം ഇവിടെ എത്തും. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KNM തെക്കങ്കുറ്റൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അബ്ദുള്ള ആയപ്പള്ളി, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റു വാരണാക്കര മണ്ഡലത്തിലെ അല്ലൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് സാഹിബ്, ഹംസ തയ്യിൽ ആനപ്പടി KNM സെക്രട്ടറി, മുഹമ്മദ് പുല്ലൂർ ജനറൽ സെക്രട്ടറി KNM പുല്ലൂർ യൂണിറ്റ് തുടങ്ങിയവരെ എല്ലാവരെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മദ്രസയുടെ പ്രധാനാധ്യാപകനും മറ്റു നമ്മുടെ ഉപദേശകരുമായ റൌഫ് സലാഹി, അദ്ദേഹത്തെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ പരിപാടിക്ക് ശേഷം നിങ്ങൾക്ക് അസർ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ എല്ലാവരെയും ഈ സ്റ്റേജിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയും അധ്യക്ഷൻ സ്ഥാനത്തേക്ക് അബ്ദുറസാഖിനെ ശേഷം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ KNM വിദ്യാഭ്യാസ ബോർഡ് വെസ്റ്റ് ജില്ലാ കൺവീനർ ജനാബ് അഷ്റഫ് ചെട്ടിപ്പടി അവറുകളെ, മണ്ഡലം പ്രസിഡന്റ് ജനാബ് എഞ്ചിനീയർ സാഹിബ് അവറുകളെ, മുൻ ജില്ലാ ജഡ്ജി റിട്ടയർഡ് ജഡ്ജി ജനാബ് തയ്യിൽ ആലി മുഹമ്മദ് സാഹിബ് അവറുകളെ, ഈ ശാഖയുടെ ജനറൽ സെക്രട്ടറി ജനാബ് അബ്ദുള്ള സാഹിബ് അവറുകളെ, സ്കൂളിന്റെ മാനേജർ ജനാബ് ഷൈദുട്ടി സാഹിബ് അവറുകളെ, സ്കൂളിന്റെ നിസ്വാർത്ഥരായ അധ്യാപകന്മാരെ, മറ്റു മെമ്പർമാരെ, സ്നേഹിതരായിട്ടുള്ള സദസ്സിലിരിക്കുന്ന സ്കൂളിന്റെ കുട്ടികളുടെ രക്ഷിതാക്കളെ, പിഞ്ചു മക്കളെ, ISM MSM MGM ഭാരവാഹികളെ, മറ്റു സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടുവാനും സാന്ദർഭികമായി എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അതിന് അവസരം നൽകിയ സർവ്വലോക രക്ഷിതാവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അവന്റെ കരുണകടാക്ഷം നമ്മിൽ വർഷിക്കുമാറാകട്ടെ. KNM ദഹങ്കുറ്റൂർ ശാഖ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അൽമനാർ ഖുർആനിക് ഫ്രീ സ്കൂൾ. അതിന്റെ 6ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊറോണ കാരണം, അതുമായി ബന്ധപ്പെട്ട പല പ്രയാസങ്ങൾ കാരണം നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ മറ്റെല്ലായിടത്തും പോലെ നമുക്കും അത്ര ഉയർന്ന് നടത്തുവാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതിനൊന്ന് വ്യത്യസ്തമായി ഇൻഷാ അല്ലാഹ് നല്ല ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും സമയവുമുണ്ട്. പ്രത്യേകമായി നമ്മുടെ എല്ലാ ശാഖകളിൽ നിന്നും ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടത് വാനാക്കര മണ്ഡലത്തെ പ്രതികരിച്ച് അബ്ദുറഹ്മാൻ സാഹിബിനെ പറഞ്ഞിരുന്നു. അതിന്റെ ബദലായി അവിടുത്തെ MSMന്റെ പ്രസിഡന്റ് ഷമീൻ ഷാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത അല്ലൂരിൽ നിന്നും അതേമാതിരി അവിടുത്തെ പ്രസിഡന്റ് അഭാവത്തിൽ അവിടെ മജീദ് അവറുകളെ ക്ഷണിച്ചിട്ടുണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനപ്പടി ശാഖയിൽ പ്രതികരിച്ചും അവിടെ സെക്രട്ടറിയോട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അവരെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി തന്നെ പുല്ലൂർ ശാഖയിൽ നിന്നും ഇൻഷാ അല്ലാഹ് പ്രതികരിയായിട്ട് യഹിയ അതല്ലെങ്കിൽ സെക്രട്ടറിയോ അതോ എത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ അറിയിക്കുന്നത് ഇതിന്റെ ഒന്നാമതായി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് ഒരു മണ്ഡലത്തിലെങ്കിലും ഈ ഖുർആനിക് സ്കൂൾ നടത്തണം എന്നുള്ളത്. അതിന്റെ ശരിയായ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിന്റെ ഗുണനിലവാരം സംബന്ധിച്ചിട്ടുള്ള നേതൃത്വത്തിൽ തന്നെ അതാണ് എനിക്ക് പ്രധാനമായും നമ്മുടെ ഉദ്ഘാടനം എത്തിയിട്ടില്ല. സംഘാടകൻ ഇതിന്റെ എല്ലാ നിലയ്ക്കും ഉത്തരവാദിത്തമുള്ള അഷ്റഫ് ചെട്ടിപ്പടി അവരെ ശ്രദ്ധയിൽപ്പെടുത്താനും കൂടിയുള്ളത്. ഇതുപോലുള്ള സ്ഥാപനം നടത്തുന്ന അതായത് മണ്ഡലത്തിലുള്ള ശാഖകൾ പോലും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായ ഒരു സ്ഥാപനമാണ്. എനിക്കറിയാം ഇത് ഒന്നാമതായി നമ്മുടെ ഒരു വേള ഒരു തലമുറ എന്ന് പറയാം. പിന്നെ കുട്ടികളുടെ ഒരു നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഒരു വേള ഒരു യുവ പ്രായമുള്ളവരെ നമ്മളെ അശ്രദ്ധയോട് കൂടി പോയതിന്റെ കാരണം ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ പണ്ഡിത നേതാക്കന്മാർ തന്നെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങണമെന്നുള്ളത്. അതല്ലാതെ നമ്മൾ മറ്റു നഴ്സറി സ്കൂള് കമ്പയർ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു സ്ഥാപനമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതിനുള്ള ഓട്ടം ചാട്ടം കൂത്താട്ടങ്ങളൊന്നും ഇവിടെയും കാണുന്നില്ല. കാരണം എല്ലാ മേഖലയിലും നമ്മുടെ ഇസ്ലാമിന്റെ ആ സംസ്കാരം നിലർത്തിക്കൊണ്ട് ആയിരം. അതുകൊണ്ടാണ് ഈ കുരുന്ന് മനസ്സിൽ കുട്ടികളുടെ മനസ്സിൽ നിന്ന് തന്നെ നിത്യ പ്രാർത്ഥനകളും ഇസ്ലാമിക സംസ്കാരങ്ങളും അതുപോലുള്ള എല്ലാ രക്ഷിതാക്കളോടുള്ള സമീപന രീതികളും ഈ കുട്ടിക്കാലത്ത് തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വേറിട്ട് പോകുകയില്ല. പിന്നീട് ആ കുട്ടിനെ ഫോളോ ചെയ്ത് കൊണ്ടുവന്ന രക്ഷിതാവും പരിസരങ്ങളുമാണ് ആ കുട്ടിനെ പിന്നെ നല്ലതിലേക്ക് തിരികെ അയക്കുന്നത്. ഒന്നിനും കൂടി നമ്മൾ സൂചിപ്പിച്ചു വരാൻ നമ്മളെ ചെട്ടിപ്പടി പിന്നെ മാഷോട് പറയുന്നത് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇതുമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് നിലക്ക് ഇതിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ ജില്ലാടിസ്ഥാനത്തിലോ മണ്ഡലാടിസ്ഥാനത്തിലോ ആയിട്ട് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ അത്തരം കുട്ടികളെ തുടർന്ന് പഠിക്കാവുന്ന ഒരു മേഖലയും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റേ വലിയൊരു ഗുണമായിരിക്കും എന്നുകൂടിയാണ്.
നമ്മുടെ സമയമില്ല, കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല. അസർഷാവിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഇത് നമ്മുടെ ശാഖയിലുള്ള നല്ല എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഗുണം ചെയ്യുന്ന, ഇതിൽ പഠിപ്പിച്ച രക്ഷിതാക്കൾക്ക് തന്നെ അറിയാം അതിന്റെ ഗുണങ്ങൾ, ആ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ഗുണമാണ് എത്ര എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവര് പ്രത്യേകിച്ച് അവരുടെ ഒരു ബാധ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇത് മറ്റുള്ള കുടുംബങ്ങളിലേക്കും അയൽവാസികളിലേക്കും ഷെയർ ചെയ്യണം. ഞങ്ങൾ അവിടെ കുട്ടീനെ പഠിപ്പിച്ച് അതുകൊണ്ട് ഇന്ന ഗുണങ്ങളുള്ള കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നത് ഇസ്ലാമികമായിട്ട് നല്ല മാറ്റങ്ങളോ എല്ലാം ഉണ്ട് എന്ന കാര്യങ്ങൾ അവർ പങ്കുവെക്കാൻ കഴിയണം. അപ്പൊ അത്തരത്തിലുള്ള ഇത് മറ്റുള്ള ഒരു നഴ്സറി സ്കൂളിനെ പോലെ അല്ല നമ്മൾ തുടങ്ങി. ഇതൊരു ലാഭനഷ്ടം നോക്കിയിട്ടല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന് കഴിയുന്നത്ര എല്ലാവരും ഒരു സഹകരണം വേണം എന്നുള്ളതാണ് ഇവിടെ എല്ലാവർക്കും പറയാനുള്ള വിഷയം. അത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പിന്നെ അടുത്ത് നമ്മുടെ അതേമാതിരി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മദ്രസ സദർ മുദർരിസ് പിന്നെ നമ്മുടെ റോഫ് സലായി അവരുകളുണ്ട്. അദ്ദേഹം ഇത് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് വിശദമായി സംസാരിക്കും. അത് ഇൻഷാ അല്ലാഹ് അസർ നമസ്കാരത്തിന് ശേഷമായിരിക്കും. സമയം ഉണ്ടെങ്കിൽ അതിന് മുമ്പായി നടത്തും. ഇൻഷാ അല്ലാഹ് ഈ അസർ ചുറ്റിപ്പറ്റി അവരുടെ കൂടെ സംസാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കോൺവോക്കേഷൻ സർട്ടിഫിക്കറ്റ് അദ്ദേഹമായിക്കൊണ്ട് വിതരണം ചെയ്യുക. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഞാൻ നമ്മുടെ അസർ ചുറ്റിപ്പറ്റി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുല്ലാഹ വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വകഫാ ബില്ലാഹി ഷഹീദാ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ എൻ്റെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹവും കാരുണ്യവും നാം ഏവരിലും എപ്പോഴും വർഷിക്കുമാറാകട്ടെ. 3 വർഷത്തോളമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽമനാർ ഖുർആനിക് പ്രീ സ്കൂളിന്റെ വാർഷികവും സനദ് ദാനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു മഹനീയമായ ചടങ്ങിൽ എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഇതിന്റെ സംഘാടകരെ പ്രത്യേകമായി എന്റെ സന്തോഷം അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മാനവമോചനത്തിന് വഴി തുറന്നുകൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ ആദ്യാക്ഷരങ്ങൾ നമ്മുടെ കുരുന്നു മക്കളുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു മഹത്തായ സംരംഭമാണ് അൽമനാർ ഖുർആനിക് പ്രീ സ്കൂൾ. കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ ഒരു ഖുർആനിക് പ്രീ സ്കൂളെങ്കിലും നടന്നിരിക്കണമെന്ന് നിരന്തരമായി KNM സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഇപ്പോഴും എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി പ്രീ സ്കൂൾ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഈ തെക്കൻകുറ്റൂർ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്കൂൾ നിലകൊള്ളുന്നു എന്ന വിവരം തന്നെ ഞാൻ അറിയുന്നത് ഇതിന്റെ പ്രിയപ്പെട്ടവർ എന്നെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോഴാണ്. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് സൽഗുണ സമ്പന്നരായിട്ടുള്ള മക്കളെ ലഭിക്കുക എന്നുള്ളത്. ഇന്ന് മിക്ക രക്ഷിതാക്കൾക്കും പറയുവാനുള്ള ഒരു ആകുലതയും ആവലാതിയും മക്കളെ സംബന്ധിച്ചാണ്.
ഇന്നിന്റെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ മക്കളുടെയൊക്കെ ഭാവി എന്ന് ഏറെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇളം മനസ്സുകളിൽ വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു നിസ്സാര സംഗതിയല്ല. ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നല്ലേ ഒരു കവിതാ ശകലം നാം പഠിച്ചിട്ടുള്ളത്. ഈ കുരുന്നു പ്രായത്തിൽ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഖുർആനിക വചനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ മിക്കവാറും കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടായി. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കണം, അതിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. അതിനുള്ള ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ സംക്ഷിപ്തമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കേവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ മക്കൾ ചോദിക്കുന്നതൊക്കെ തന്നെ പലപ്പോഴും വാങ്ങിക്കൊടുക്കും, ചെയ്തു കൊടുക്കും. പക്ഷേ അവരുടെ ആത്മീയമായ പോഷണത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, അവരുടെ ആത്മീയമായ സംസ്കരണത്തിന് വേണ്ടി പലപ്പോഴും പലരും വേണ്ട വിധത്തിൽ ശ്രദ്ധ കൊടുക്കാറില്ല. ഇവിടെയാണ് ഖുർആനിക് പ്രീ സ്കൂളിന്റെ മേന്മ നമ്മൾ എടുത്തു പറയുന്നത്. നാം ഏവരും മനസ്സിലാക്കുന്ന ഒരു പ്രവാചക വചനമുണ്ടല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നഷ്ടം പറ്റാത്ത ഒരു കച്ചവടത്തെ സംബന്ധിച്ച് അത് വിശുദ്ധ ഖുർആൻ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അവരെ അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ് എന്ന്. അതുകൊണ്ട് തന്നെ ചെറിയ മക്കൾക്ക് ഖുർആൻ അക്ഷരസ്ഫുടതയോടുകൂടി പാരായണം ചെയ്യുവാനും അതോടൊപ്പം തന്നെ അത് മനഃപ്പാഠമാക്കുവാനും ഖുർആനിക് പ്രീ സ്കൂളിലൂടെ സാധ്യമാകുന്നു. കൂടാതെ നിത്യജീവിതത്തിൽ നമ്മൾ നടത്തേണ്ട പ്രാർത്ഥനകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കി തന്ന ആ ദുആകളും കൂടി നമ്മുടെ മക്കൾ പഠിക്കുന്നു. അതൊക്കെ ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം എത്രമാത്രമാണ്. നാളെ പരലോകത്ത് ഹാഫിളീങ്ങളായ മക്കളുടെ മാതാപിതാക്കളെ അല്ലാഹു പ്രത്യേകമായി ആദരിക്കുന്ന രംഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, മക്കൾ വഴിവിട്ടുപോയി അവസാനം പരലോകത്ത് നരകത്തിന്റെ വക്കിലെത്തുമ്പോൾ, പടച്ചവനെ, ഞങ്ങൾക്ക് ഈ ഒരു ദുരന്തം വരാനുണ്ടായ കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ്, അതിനാൽ നിങ്ങൾ അവരെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരൂ എന്ന് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. അതിന് വിപരീതമായ ഒരു രംഗമാണ് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു എന്ന കാരണത്താൽ ഉപ്പയെയും ഉമ്മയെയും പ്രത്യേകമായി ആശീർവദിക്കുന്നതും അഭിനന്ദിക്കുന്നതും. ഖുർആനിന്റെ തണലാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട തണൽ. ആ തണലിലും തണുപ്പിലുമാണ് നാം ജീവിക്കേണ്ടത്. നമ്മുടെ മക്കളൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് ഖുർആനൊക്കെ മനഃപ്പാഠമാക്കുമ്പോൾ എന്തൊരു ആനന്ദമായിരിക്കും അല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരു വിത്താണ്, ഒരു കുഞ്ഞു ചെടിയാണ്, അമൂല്യമായ ചെടിയാണ്. അങ്ങനെയുള്ള ഒരു ചെടി നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വളക്കൂറുള്ള മണ്ണിലാണ് ആ ചെടി നട്ടുപിടിപ്പിക്കേണ്ടത്. നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ, ആ ചെടിക്ക് വളരാൻ ആവശ്യമായ വെള്ളവും വളവും നാം ഒഴിച്ചു കൊടുക്കണം. അതിന്റെ വളർച്ചയും ഉയർച്ചയും ദിനേന നാം ശ്രദ്ധിക്കണം.
അതിന്റെ ചുറ്റിലും ഒരു ചെടി വളർന്നു വരുമ്പോൾ അതിന്റെ ചുറ്റിലും ഒരുപാട് കളകൾ ഉണ്ടാകും. ആ കളകളെ നമ്മൾ പറിച്ചു മാറ്റണം. ആ ചെടിക്ക് വളരാൻ ആവശ്യമായ വേലി ചുറ്റിലും കെട്ടണം. എന്തിന്? ആ ചെടിയെ ഏതെങ്കിലും മൃഗം വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷുദ്രജീവികൾ വന്ന് കടിച്ചു പറിച്ചു കൊണ്ടുപോകാതിരിക്കാൻ അതിന്റെ ചുറ്റിലും വേലി കെട്ടണം. അല്ലേ? അതെ. അങ്ങനത്തെ ഒരു ചെടി വളർന്ന് പടർന്ന് പന്തലിച്ചാൽ അതിൽ നിന്ന് നല്ല മധുരഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അത് നമുക്ക് അതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയുന്നു. ആ കായ്ക്കനികൾ വിറ്റാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും അതൊരു ജീവിത ഉപാധിയായി മാറുന്നു. ആ പടർന്നു പന്തലിച്ചിട്ടുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരുപാട് ആളുകളും മൃഗങ്ങളും മറ്റും വിശ്രമിക്കുന്നു. ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ ഒരുപാട് പക്ഷികൾ കൂടുകെട്ടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. നമ്മളെ മക്കൾ ഒരു അലങ്കാരമാണ്. അത് വീട്ടിൽ തുള്ളിച്ചാടി കളിക്കുമ്പോൾ അല്ലേ ഉണ്ടാകുന്ന ഒരു അലങ്കാരം. മക്കളില്ലാത്ത ഒരു വീടിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവിടെ തികച്ചും നിശബ്ദത മാത്രമായിരിക്കും. ഒരു മൂകത ഏത് സമയത്തും തളം കെട്ടി നിൽക്കും. മക്കളും പേരമക്കളും ഒക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട് ശബ്ദമുഖരിതമാകും. ഒരു പൂങ്കാവനം പോലെ അവിടെ നല്ല മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലേ? അങ്ങനെയാണ്. എങ്കിൽ നമ്മുടെ മക്കൾ നേരത്തെ പറഞ്ഞ ഒരു ചെടി പോലെയാകണം. ആ ചെടിക്ക് വളരാൻ ആവശ്യമായ സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടത്. ആ ചെടിക്ക് ദീനീ നിഷ്ഠയിൽ വളരാൻ ആവശ്യമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെള്ളവും വളവും നമ്മൾ നിരന്തരമായി സഹോദരീ സഹോദരന്മാരെ ഒഴിച്ചു കൊടുക്കണം. ആ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ കൊത്തി വലിക്കാതിരിക്കാൻ, അതിന്റെ ഇതളുകളെ മാന്തിപ്പൊളിക്കാതിരിക്കാൻ, ആ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ശത്രുക്കളുടെ അല്ലെങ്കിൽ അവരെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പരിക്കുകൾ ഏൽക്കാതിരിക്കാൻ നാം വേലികൾ കെട്ടണം. അഥവാ നമ്മുടെ കണ്ണും കാതും ഏത് സമയത്തും നമ്മുടെ മക്കളുടെ ചുറ്റിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ആ വളർന്ന് പടർന്ന് പന്തലിച്ച് മക്കൾ വലുതായാൽ അവരിൽ നിന്ന് നല്ല കൈക്കനികൾ ഉണ്ടാകുന്നു. അഥവാ അതിലൂടെ നമ്മുടെ കുടുംബത്തിന് സന്തുഷ്ട സമാധാന സമ്പുഷ്ട ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ആ മക്കളിലൂടെ നമുക്ക് വരുമാനം കിട്ടുന്നു. ദുനിയാവിൽ മാത്രമല്ല, ആ മക്കളിലൂടെ നമുക്കും സ്വർഗപ്രവേശനം സാധ്യമാകുന്നു. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ വീട്ടിൽ ഓരോ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം ഒരായത്തും അതിന്റെ അർത്ഥവും ഒക്കെ പറഞ്ഞു തരിക. നമ്മുടെ വീട് തന്നെ ഒരു ഖുർആൻ പഠന കേന്ദ്രമായി മാറുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ആനന്ദകരമായ ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയായിരിക്കും അത്. പ്രിയമുള്ളവരെ, ഖുർആനിക് പ്രീ സ്കൂളിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇതാണ്. ഈ അലങ്കാര വസ്തു ഒരുപക്ഷെ നമുക്ക് ശത്രുവാകും. അത് ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ ലോകത്ത് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. മറ്റൊരു ഖുർആനിക സൂക്തം നമുക്ക് കാണാൻ സാധിക്കും. അലങ്കാരമാണ് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും എന്ന് പറഞ്ഞ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നത്, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങളുടെ ശത്രുവായി മാറും. അതെപ്പോഴാണത്? അവരെ നമ്മൾ വേണ്ട വിധത്തിൽ വേണ്ട കാലത്ത് പരിചരിച്ചിട്ടില്ലെങ്കിൽ, തർബിയത്തും തസ്കിയത്തും നൽകിയിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ ശത്രുവായി മാറും. അവർക്ക് എന്തൊക്കെയാണ് ഓരോ സമയത്തും ആവശ്യമുള്ളത് അതേ കൊടുക്കാവൂ. അതിലപ്പുറം ചെയ്തു പോകരുത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, മലപ്പുറം ജില്ലയിലെ തൊട്ടപ്പുറത്തുള്ള തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പേരക്കിടാവ് സ്വന്തം വെല്ലിമ്മയെയും വെല്ലിപ്പയെയും കഴുത്തറുത്ത് കൊന്നത്? ആ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. അങ്ങനെ എത്രയെത്ര വാർത്തകളാണ് ദിനം പ്രതി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഒരു മകൻ MDMAക്ക് വിധേയമാകുന്നു, അല്ലെങ്കിൽ അതിന്റെ വിൽപ്പനക്കാരനായി മാറി അവനെ അറസ്റ്റ് ചെയ്യുന്നു. ആ വീട്ടിൽ പിന്നെ എന്ത് സൗകര്യങ്ങൾ ഉണ്ടായിട്ടെന്താ?
ലക്ഷങ്ങളുടെ കോടികളുടെ വീട് പണിതിട്ട് എന്താ കാര്യം? രാത്രിയിൽ ഉറക്കം കിട്ടുമോ? ഉറക്കം കിട്ടില്ല. മക്കളുടെ വഴിവിട്ട പോക്കും അധാർമിക ജീവിതവും ആ കുടുംബത്തിന്റെ സ്വൈര്യം കെടുത്തുന്നു. ആ തറവാടിന് ചീത്തപ്പേര് വരുത്തുന്നു. മാതാപിതാക്കൾക്ക് അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ അവരെ ആറ്റ് നോറ്റ് വളർത്തി സ്കൂളിലേക്ക് അയച്ച് കോളേജിലേക്ക് അയച്ച് 20 വർഷത്തോളം വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് ആവോളം സ്നേഹിച്ച് പെട്ടെന്നതാ ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ കൈപിടിച്ചു പോകുന്നു. 20 കൊല്ലം കൊണ്ട് പൊറ്റി വളർത്തിയ മാതാപിതാക്കളെ വിട്ടേച്ചുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ പോകുന്നു. ആദർശ പൊരുത്തമില്ല. മറ്റേതോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ പോകുന്നു. തന്റെ പർദ്ദയും മഫ്തയും എല്ലാം അഴിച്ചു വെക്കുന്നു. വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും വലിച്ചെറിയുന്നു. ഇസ്ലാമിന്റെ വിശ്വാസങ്ങളോ അനുഷ്ഠാനങ്ങളോ പിന്നെ അവരുടെ ജീവിതത്തിലില്ല. അങ്ങനെ ഈ സത്യത്തിന്റെ സദാചാരത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നു. അങ്ങനെയൊക്കെ എത്രയെത്ര വാർത്തകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ദയനീയമായ അവസ്ഥയും ദുരന്തങ്ങളും ആപത്തുകളും പരീക്ഷണങ്ങളും നമ്മുടെ കുടിലിലേക്കും കൊട്ടാരത്തിലേക്കും വീടുകളിലേക്കും കുടുംബത്തിലേക്കും വരാതിരിക്കാൻ ഞാനും നിങ്ങളും ശക്തമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി അത്രമാത്രം പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോരുത്തരും സെൽഫ് ഡിസിപ്ലിൻ, സ്വയം അച്ചടക്കം പാലിച്ചിട്ടില്ലെങ്കിൽ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഈ അമാനത്തുണ്ടല്ലോ, മക്കൾ എന്ന് പറയുന്ന ഈ സ്വർണ്ണ കിരീടം, ഈ സുവർണ കിരീടത്തെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തണം. അല്ലെങ്കിൽ നാശം സംഭവിച്ചു പോകും. നോക്കൂ നിങ്ങൾ, ഇന്ന് എത്ര മനോഹരമായ കാഴ്ചകളാണ് അല്ലേ? ഇവിടെ സനത് വാങ്ങാൻ വന്നിരിക്കുന്നു. നമ്മൾ സാധാരണഗതിയിലൊക്കെ മുമ്പൊക്കെ സനത് കാണൽ എപ്പോഴാണ്? 5 വർഷമോ അല്ലെങ്കിൽ ബിരുദം കഴിഞ്ഞു, ബിരുദാനന്തര ബിരുദം കഴിഞ്ഞൊക്കെ അറബിക് കോളേജുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾ പ്രത്യേക വേഷങ്ങൾ ധരിച്ചിട്ടുള്ള സനത് വാങ്ങുന്നതല്ലേ നമ്മൾ കണ്ടത്? അതും ടിവിയിലോ ഫോട്ടോ പത്രങ്ങളിലുള്ള ഫോട്ടോ ഒക്കെ ആയിട്ട് അല്ലേ? അല്ലെങ്കിൽ വക്കീലന്മാരാകുന്ന ആളുകൾക്കുള്ള സനത് കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കാണുന്നത്? ഇന്ന് ഇതാ നമ്മുടെ കുരുന്നു മക്കൾ 5 വയസ്സും 4 വയസ്സും 6 വയസ്സുമൊക്കെയായ നമ്മുടെ കുരുന്നു മക്കൾ പ്രത്യേകമായ വേഷമണിഞ്ഞുകൊണ്ട് സനത് വാങ്ങുകയാണ്. അതൊക്കെ നമ്മൾ ഇന്ന് ഫോട്ടോ എടുത്ത് കുടുംബങ്ങൾക്കൊക്കെ ആ സ്റ്റാറ്റസ് ആക്കി ഷെയർ ചെയ്യുന്നതിനാ? അഭിമാനം കൊണ്ടാണത്. ഇനി റമളാനാണ് കടന്നു വരുന്നത്. ഈ പവിത്രമായ റമളാൻ മാസത്തിൽ ഈ മക്കളെ നിർത്തിക്കൊണ്ട് നമ്മൾ വീട്ടിൽ നിർത്തി പള്ളിയിലേക്ക് വരാൻ ആർക്കെങ്കിലും സാധിക്കുന്നില്ലെങ്കിൽ തറാവീഹ് നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുമക്കളെ ഇമാമായി നിർത്തണം. എന്നിട്ട് അതിനുകൂടെയുള്ള ഒരു പരിശീലനം നൽകണം. കുറെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നിലുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് ഓതാൻ എന്ത് ചെയ്യണം? ധൈര്യം വേണം. മാത്രമല്ല, അങ്ങനെയൊക്കെ നമ്മൾ പരിശീലനം കൊടുക്കുമ്പോൾ ആ കുട്ടികൾ കൂടുതൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാകുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ വീടുകളിലുള്ള മൊബൈലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരികകളുടെ സുന്ദരമായ തജ്വീദോട് കൂടിയുള്ള ഖിറാഅത്തുണ്ടല്ലോ എല്ലാവരുടെ മൊബൈലിലും. ഇല്ലെങ്കിൽ അത് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഓരോ 10 മിനിറ്റെങ്കിലും ആ തജ്വീദോട് കൂടിയുള്ള നല്ല കാരികളുടെ ഖിറാഅത്ത് നിങ്ങളുടെ കുരുന്നു മക്കളെ കേൾപ്പിക്കണം. അതിലൂടെ അവർക്ക് ആ രീതിയിൽ തന്നെ കൃത്യമായ തജ്വീദോട് കൂടി തിലാവത്ത് നടത്താൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കാര്യം കൂടി മാന്യ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈ സമ്പത്തും സന്താനങ്ങളും അലങ്കാര വസ്തു നമുക്കൊരു ഫിത്നയാകാതിരിക്കുക, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുവാകാതിരിക്കാൻ, ഒരു പരീക്ഷണമാകാതിരിക്കാൻ ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. നാം എപ്പോഴും കേൾക്കാറുള്ള ഒരു വചനമാണ് 66-ാം അധ്യായം സൂറത്തു തഹരീമിലെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളെ നരകശിക്ഷയിൽ നിന്ന് സൂക്ഷിക്കണേ.
അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളെയും സൂക്ഷിക്കണം, നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കണം. നമ്മളും നരകത്തിൽ പെടരുത്, നമ്മുടെ മക്കളും പെടാൻ പാടില്ല, കുടുംബങ്ങളും പെടാൻ പാടില്ല. അതിനെന്ത് വേണം? അങ്ങേയറ്റത്തെ ജാഗ്രത വേണം, നസീഹത്ത് വേണം, ശാസിക്കേണ്ടിടത്ത് ശാസിക്കണം, ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിക്കണം, അഭിനന്ദിക്കേണ്ടിടത്ത് അഭിനന്ദിക്കണം, അനുമോദിക്കേണ്ടിടത്ത് അനുമോദിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. മക്കൾക്കുള്ള ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നു. ഉടയാടകൾ ചോദിക്കുമ്പോൾ അത് മക്കളെ തന്നെ കൊണ്ടുപോയി നേരിട്ട് വസ്ത്രാലയങ്ങളിൽ ചെന്ന് മണിക്കൂറുകൾ സെലക്ഷൻ നടത്തി അവർക്ക് വേണ്ട വസ്ത്രം കൊടുക്കുന്നു. അവരാവശ്യപ്പെടുന്ന ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു, അല്ലേ? അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നു. എങ്കിൽ അതോടൊപ്പം തന്നെ അവരുടെ ആത്മീയമായ വളർച്ചക്കും ഉയർച്ചക്കും ആവശ്യമായ വിഭവങ്ങൾ കൂടി കൊടുക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കളിൽ പലരും സമുദായത്തിലെ മക്കളാകട്ടെ 3 വയസ്സ് പൂർത്തിയായാൽ എവിടെയാണ് LKG ഉള്ളത്, എവിടെയാണ് UKG ഉള്ളത് എന്നൊക്കെ തെരഞ്ഞ് അന്വേഷിച്ച് 10, 20, 30 കിലോമീറ്ററുകളൊക്കെ നമ്മുടെ മക്കൾ ബസ്സിൽ താണ്ടി പോവുകയാണ്. രാവിലെ 7 മണിക്കും 6:30 മണിക്കൊക്കെ എങ്ങോട്ട്? ദൂരത്തേക്ക്. പേര് കേട്ട ഒരു ഫേമസ് ആയ ഒരു LKG സെന്ററിലേക്ക് പറഞ്ഞേക്ക്. ആയിരങ്ങള്, 10,000, ലക്ഷം വരെ ഡൊണേഷൻ കൊടുക്കാൻ തയ്യാറാണ്, അല്ലേ? എന്തിനാണത്? എന്റെ മകള്, കുഞ്ഞുമോള്, പേരക്കുട്ടി പഠിക്കുന്നത് ഇന്നാലിന്ന സ്ഥാപനത്തിലാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ, അഹങ്കരിക്കാൻ. തൊട്ടടുത്തൊരു അൽമനാർ സ്കൂൾ ഉണ്ടെങ്കിൽ അവിടേക്ക് അതിനെപ്പറ്റി പലർക്കും ചിന്തയുണ്ടാവില്ല. എന്നാൽ അത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്നൊക്കെ മാറി നിന്ന് തങ്ങളുടെ മക്കളെയും പേരമക്കളെയും ഈ മഹൽ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ തയ്യാറായ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നിങ്ങളുടെ കൺമണികൾക്കുമൊക്കെ നാളെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അൽമനാർ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഫോളോ അപ്പ് എന്താണെന്ന് പിന്നെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അതിന് പ്രത്യേകമായ കമ്മിറ്റിയും പിന്നെ ഗവേണിംഗ് ബോഡിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ പിന്നെ അൽമനാർ സ്കൂളിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ആലോചനകൾ വന്നിട്ടില്ല. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ മാന്യ വ്യക്തി പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അൽമനാർ സ്കൂളുകളെ എങ്ങനെ ഏകോപിപ്പിക്കാൻ സാധിക്കും, ഇതിനെ എങ്ങനെ കൂടുതൽ സജീവമാക്കാൻ സാധിക്കും, ഈ സനത് വാങ്ങുന്ന കുട്ടികൾക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷാ അല്ലാഹ് അതിനെ പറ്റിയൊക്കെ ആലോചിക്കാവുന്നതാണ്, മനസ്സിലുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ മക്കളോട് പറയാനുള്ളത്, മക്കളിപ്പോ ഇത് ശ്രദ്ധിക്കണ നേരമല്ല എന്ന് എനിക്കറിയാം. എന്റെ മക്കള്, സനത് വാങ്ങുന്ന ഈ മക്കള് നമുക്ക് ഈ സമുദായത്തിന്, ഈ നാടിന് ഗുണകരമായി മാറണം. നമ്മുടെ പള്ളികളിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ ആരാണ് ഇമാമുമാര്? അയൽ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തല്ല, അവരെ ഹാഫിളീങ്ങളാണ്. ബഹുഭൂരിപക്ഷം പള്ളികളിൽ അവരാണ് ഇമാമുമാരുള്ളത്. എന്തേ? നമ്മുടെ ആളുകളെ കിട്ടാനില്ല, ആളുകളെ കിട്ടുന്നില്ല. ഇന്ന് മറ്റുള്ള ജോലിക്കൊക്കെ ബാർബർ ഷാപ്പിലാകട്ടെ, പെട്രോൾ പമ്പിലാകട്ടെ, പിന്നെ വീട് നിർമ്മാണത്തിനാകട്ടെ, ഏത് മേഖലയിലും ഇന്ന് അയൽ സംസ്ഥാനത്തെ അഥവാ അതിഥി തൊഴിലാളികളാണുള്ളത്. അത് പള്ളിയിലും ഇന്ന് അതിഥി തൊഴിലാളികൾ തന്നെയാണുള്ളത്. അവര് വരണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിനേക്കാൾ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെയാണെങ്കിൽ അത് ഈ നാടിനാണ് അതിന്റെ വെളിച്ചം കിട്ടുക. ഈ അൽമനാർ പ്രീ സ്കൂളിന്റെ ഖുർആനിക വെളിച്ചം ഈ പ്രദേശത്ത് കൂടുതൽ കൂടുതൽ പ്രസരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ സംഘാടകർ, ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന നമ്മുടെ പണ്ഡിതൻ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ ഈ പരിപാടിയിൽ 2 വാക്ക് പറയാൻ ക്ഷണിച്ച എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ നന്ദി പറയുന്നു. അൽമനാർ ഖുർആൻ പ്രീ സ്കൂളാണ്.
അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് സാധാരണ ഒരു സ്കൂളല്ല. ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠനമാണ് ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും ഇത് തന്നെയാണ്. കാരണം ഇന്നത്തെ സമൂഹം, പൊതുസമൂഹവും നമ്മുടെ മുസ്ലിം സമൂഹവും വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തെ പറ്റി പറയുമ്പോൾ യുവാക്കൾ, കുട്ടികൾ അവരൊക്കെ വളർന്നു വരുന്നത് വളരെ അപകടം പിടിച്ച വഴികളിലൂടെയാണ്. നമുക്കറിയാം, നിത്യേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അപജയങ്ങളും അപശ്രുതികളും വഴിമാറലുകളും ഒക്കെ മാതാപിതാക്കളുടെ വേദനകളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് യുവാക്കൾ. കാരണം അവർക്ക് ശരിയായ ഒരു മാർഗദർശനം കിട്ടുന്നില്ല. പൊതുസമൂഹത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താണ് ജീവിതം, അല്ലെങ്കിൽ എന്തിനാണ് ജീവിതം, ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള യാതൊരു ഉദ്ബോധനങ്ങളും ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് യുവ സമൂഹത്തിന് കിട്ടുന്നില്ല. ഞാൻ നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളെ പറ്റിയല്ല പറയുന്നത്. നമുക്ക് പാരമ്പര്യമായി തന്നെ ഇവിടെ ദീനിന്റെ അന്തരീക്ഷം നിലവിലുള്ളത് കൊണ്ട് നമുക്ക് അത്തരം പ്രശ്നങ്ങൾ കൂടുതൽ അറിയുകയില്ല. പക്ഷെ പൊതുവെ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ സമൂഹം ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായി ഈ യുവ സമൂഹത്തിൽ നിന്നാണ്. അവർ പലതരം പ്രവണതകളിലേക്കും വഴുതി വീണിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനെയും അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങൾ മാത്രമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത്, ഉത്തരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തിനേയും വെല്ലുവിളിക്കുക, എന്തിനോട് ഒരു ഉദ്ദേശപൂർവമായ നിലപാട് സ്വീകരിക്കുക, ഇങ്ങനെ ഇന്നത്തെ യുവ സമൂഹം വളരെയധികം അപകടകരമായ വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആധുനികമായ പല വെല്ലുവിളികൾ നാം ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും. കാരണം കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അവരുടെ എന്താണ് അവരുടെ പ്രകൃതി, അവർ പെണ്ണാണോ ആണാണോ എന്ന് പോലും വ്യക്തമായി അവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർ വ്യക്തമായി അറിയാനോ കഴിയാതെ, ആണിനെയും പെണ്ണിനെയും അറിയാൻ കഴിയാത്ത രീതിയിൽ അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് നമ്മുടെ കോളേജിൽ, ഫറൂഖ് കോളേജിൽ ഒരു പയ്യൻ, ആ പയ്യൻ വാശി പിടിച്ചത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കണമെന്നാണ്. അങ്ങനെ കോളേജ് അധികൃതർ അയാളെ പുറത്താക്കുകയോ അച്ചടക്ക നടപടിയെടുക്കുകയോ ചെയ്തു. പക്ഷേ അതിന്റെ പേരിൽ വലിയ സമരം തന്നെ നടത്താൻ ഇവിടെ യുവ സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ഉണ്ടായിരുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, ആ കുട്ടിക്ക് വലിയ സ്വീകരണമാണ് സമൂഹത്തിലെ വലിയ പുരോഗതി പ്രാപിച്ചവർ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാർ എന്ന് പറയപ്പെടുന്നവർ നൽകിയത്. ഒരു പെണ്ണുങ്ങൾ, ഒരു സ്ത്രീകളുടെ ചാനൽ നടത്തുന്ന ഒരു ചാനൽ ആ പയ്യനെ വിളിച്ചിരുന്നു, വലിയൊരു സ്വീകരണം നൽകിക്കൊണ്ട്. എന്തോ ഒരു വലിയൊരു പ്രധാനപ്പെട്ട വ്യക്തി വരുന്നു എന്ന നിലക്ക് ആ പയ്യനെ സ്വീകരിക്കുകയും അയാളെ ഇന്റർവ്യൂ ചെയ്യുകയും അവനെപ്പറ്റി പറയുകയാണ്. അദ്ദേഹം അല്ലെങ്കിൽ അയാള് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ നെൽസൺ മണ്ടേല ഇങ്ങനെയുള്ളവരുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്താ കാരണം? അവൻ പെൺകുട്ടികളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചു. ഇതാണ്. ഇങ്ങനെ എന്തിനേയും ചോദ്യം ചെയ്യുകയും വളരെ മൃഗീയമായ കാര്യങ്ങളെപ്പോലും മാനുഷികമായി കാണുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ലക്ഷ്യമില്ല, ജീവിതത്തിൽ ലക്ഷ്യമില്ല. ജീവിതത്തിൽ എന്താണ് ലക്ഷ്യമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഒരു നേതാക്കളും ഒരു ആചാര്യന്മാരുമില്ല. കാരണം അവർക്ക് ഒരു ഗ്രന്ഥമില്ല, അല്ലെങ്കിൽ അവർക്ക് ഹക്ക് എന്താണെന്ന് പറയാനുള്ള ഒരു മാർഗദർശനമില്ല. അത് ഈ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. അതുകൊണ്ട് തന്നെ കഞ്ചാവ്, അതുപോലെയുള്ള മയക്കുമരുന്ന്, മദ്യം, ഇതിലൊക്കെ അകപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വളർന്നു. നമ്മുടെ സമുദായം നോക്കുകയാണെങ്കിൽ അവരും തന്നെ നമ്മുടെ സമുദായത്തിന്റെ പ്രത്യേകമായ ചില വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ പലതരം പ്രവണതകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി എന്താണ് ദീൻ, എന്താണ് തൗഹീദ് എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ വിവരണം അല്ലെങ്കിൽ ഉത്ബോധനം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് നൽകേണ്ടതാണ്. അതില്ലാതെ ആയാൽ ഉള്ള അപകടങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്.
നമ്മുടെയൊക്കെ തലമുറ പണ്ട് ചെറുപ്പത്തിലൊക്കെ നല്ല ഇത്ര വലിയ സാങ്കേതികമായി തികവ് നേടിയ സ്ഥാപനങ്ങളല്ലായിരുന്നെങ്കിലും നമുക്കൊക്കെ പണ്ട് എന്താണ് തൗഹീദ്, എന്താണ് ദീൻ എന്നതിനെ പറ്റിയൊക്കെയുള്ള അടിസ്ഥാനപരമായ ശിക്ഷണം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കുറെയൊക്കെ ബോധവാന്മാരും. പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക് ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ പല സംഘടനകളിലേക്കും ദീനിന്റെ അടിസ്ഥാനമില്ലാത്ത സംഘടനകളിലേക്ക് അവർ ആകർഷിക്കപ്പെടും. അവരുടെ ആ പകിട്ടുകളും ആകർഷണീയതകളും കണ്ട് അവരതിലേക്കൊക്കെ ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ ദീനിന്റെ പാഠങ്ങൾ നൽകിക്കൊണ്ട് വളർത്താൻ ശ്രമിക്കുക. അതിന് ഏറ്റവും ഉത്തമമായ സ്ഥാപനമാണ് ഇത് എന്ന് നമുക്കറിയാം. അതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റും വളർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ പുരോഗതിയും ഭാവുകങ്ങളും ഞാൻ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്നതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപരിഷ്ഠരായിട്ടുള്ള ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, അടുത്ത് പ്രസംഗിച്ച തയ്യൽ സാഹിബ് അവരുകളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഫലപ്രദമായ ഒരു മീറ്റിംഗിലാണ്, ഒരു ചടങ്ങിലാണ്, ഒരു ആഘോഷത്തിലാണ് നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അടക്കം. പ്രീ സ്കൂളിന്റെ പ്രാധാന്യത്തെപ്പറ്റി അഷ്റഫ് ചെട്ടിപ്പടി നിങ്ങളുടെ മുമ്പിൽ വളരെ ശരിക്ക് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ഹ്രസ്വമായ രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. വാസ്തവത്തിൽ അത് തന്നെയാണ് നമ്മുടെ സ്കൂളിന്റെ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നിലവിൽ വരേണ്ടതിന്റെ അതിന്റെ പ്രാരംഭ പ്രവർത്തനമാണ് കുട്ടിക്കാലം തന്നെ, ചെറുപ്പം വളരെ ശൈശവത്തിൽ തന്നെ മതത്തിലൂന്നിയുള്ള ഒരു വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അത് കൊടുത്താലുണ്ടാകുന്ന, കൊടുത്തില്ലെങ്കിലുണ്ടാകുന്ന ഗുണവും ദോഷവും നമ്മൾ കണ്ടല്ലോ. അത് തന്നെ ആ നിലയ്ക്ക് കുട്ടികളെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയും ഈ കുട്ടി സ്കൂളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിന്റെ ഉദ്ദേശം നമ്മൾ കാണുന്നത്. ഇവിടെ ഖുർആനിൽ അധിഷ്ഠം, ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ ബോധ്യപ്പെടുന്നു, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിക കാര്യങ്ങൾ, പ്രാഥമികമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടി കുരുന്നുകൾ ആർജിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ വലിപ്പം വെക്കുന്തോറും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കാലാകാലം എല്ലാ ജീവിതത്തിലുടനീളം അതിന്റെ സ്ഫുരണം, അതിന്റെ വെളിച്ചം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പ്രായത്തിൽ അവർക്ക് കിട്ടുന്ന എന്താണ്, അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ഏത് നിലക്കുള്ളതാണ്, അത് തന്നെയായിരിക്കും അവരുടെ അവസാനം വരെ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിലും സംശയവുമില്ല. അപ്പൊ അത് അക്കാര്യത്തിൽ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ കഴിഞ്ഞ കുട്ടികളോടല്ല രക്ഷിതാക്കളോടാണ് പറയുന്നത്. അവിടെ ഈ വിദ്യാഭ്യാസം നേടുന്നതിന് മുമ്പ് ഇപ്പൊ നബിയൊക്കെ പ്രചരണ കാലത്ത് ഇറങ്ങിയപ്പോൾ, ഇസ്ലാം ദീനുമായിട്ട് സമൂഹത്തിൽ വന്നപ്പോൾ അതിൽ 3 വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു നമുക്കറിയാം. ഒന്ന് നബിയെ പറ്റെ നിഷേധിക്കുന്നവർ, നബിയെ ഉൾക്കൊള്ളുന്നവർ, അതോടൊപ്പം തന്നെ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവും അതോ അല്ലാഹു കൂടാതെ മറ്റുള്ള ചിലരും കൂടി ഈ രംഗത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവർക്കും കൂടി ആരാധന ചെയ്യുന്ന ഒരു നിലപാടുണ്ടല്ലോ. അപ്പൊ അവിടുന്ന് അത് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതാണ് ആ ഇന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ മുഴുവൻ ഇന്നുണ്ട്. ഇസ്ലാമിന്റെ എതിരായിട്ട് ഇന്ന് വളരെ തീവ്രമായിട്ട്, വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ഇസ്ലാമിനെതിരായിട്ട് എന്താ യുക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സജീവമായിട്ട് നിലവിൽ നിൽക്കുകയാണ്. ആ യുക്തി പ്രസ്ഥാനത്തിന്റെ കലാനാഥൻ അല്ലെങ്കിൽ ഇടമുറുക് പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ ബുദ്ധിജീവികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവർ ഇസ്ലാമിനെതിരെ പടവാളം വന്നിട്ട് ഇന്നും നമ്മോടൊപ്പം നിൽക്കുകയാണ്.
അപ്പൊ അവരോട് സംവദിച്ചിരുന്ന അവർ ഇസ്ലാമിക മുസ്ലിമുകളുമായിട്ട് ഒരുപാട് നിരന്തരം സ്നേഹ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ഉസ്മാൻ സാഹിബ് പോലെയുള്ള വ്യക്തികൾ ഖുർആൻ പഠിച്ചപ്പോൾ, ഖുർആൻ മനസ്സിലാക്കിയപ്പോൾ, ഖുർആന്റെ ഉൾക്കാമ്പ് ഉൾക്കൊണ്ടപ്പോൾ അവർക്ക് ഈ രംഗത്തുണ്ടായ മാറ്റങ്ങൾ പിന്നീട് ഇവർക്കെതിരിൽ ഇവരുടെ വാദങ്ങൾക്കെതിരിൽ ശക്തമായിട്ട് നിലകൊണ്ട ഒരു നേതാവായിരുന്നു നമ്മുടെ കേരള നേതൃത്വ മുജാഹിദിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസിഡന്റായിട്ടുള്ള ഉസ്മാൻ സാഹിബ്, ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ആ ഉസ്മാൻ സാഹിബ് ഒക്കെ ഇവരെ കൂട്ടത്തിൽ നിന്ന് ഇവരോടൊപ്പം ജീവിച്ചവർ, ഇവർക്കെതിരെ നിലകൊള്ളാൻ അവർക്ക് അദ്ദേഹത്തിനുണ്ടായ ആവേശം എന്താണ്? ഈ പഠനം തന്നെയാണ്. ഖുർആനും ഇസ്ലാമും ഒക്കെ ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഗവേഷണങ്ങൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇസ്ലാമിനെതിരെ പോരാടാനും ഇസ്ലാമായിട്ട് ജീവിക്കാനും അവരുടെ മുമ്പിൽ ഒരു മാതൃകാ പുരുഷമായിട്ട് ജനിച്ചു വളരാനും ഒരു ഉന്നത വ്യക്തിത്വമായിട്ട് നിലകൊള്ളാനും അങ്ങനെ ഒരു മുസ്ലിമായി തന്നെ മരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണുകയാണ്, ഒരു വ്യക്തിത്വം നമ്മൾ കാണുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും തന്നെ അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ആ നിലക്ക് അവരെ പോലെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാരും സയൻസുകളൊക്കെ ഇന്നും നമ്മളെ മുമ്പിൽ നമ്മളോടൊപ്പം പ്രാസ്ഥാനികമായിട്ടും മറ്റുള്ളൊക്കെ നമ്മളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വളരണമെങ്കിൽ ചെറുപ്പം തന്നെ നമുക്ക് ഈ പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഈ ഇസ്ലാം ദീനുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ ഇവിടെ വെച്ച് തന്നെ പാകണം എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ സ്കൂളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രക്ഷിതാക്കളും മറ്റൊക്കെ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കും. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബങ്ങളും ബന്ധങ്ങളും മറ്റുള്ള എല്ലാ നമ്മളൊക്കെ ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവരുടെയൊക്കെ നമ്മുടെ ലൈഫ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്, അവിടെ ജീവിക്കുകയാണ് അവരോടൊപ്പം കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതൊക്കെ ഭൗതിക വിദ്യാഭ്യാസം അതൊക്കെ വേണം തന്നെ. ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം നമുക്ക് കൂടിയേ തീരൂ. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരോടൊപ്പം നമുക്ക് നിലനിൽക്കണം. നമ്മളും ഗവേഷണ വിദ്യാർത്ഥികളായിരിക്കണം, നമ്മളും വക്കീലന്മാരാവണം, നമ്മളും എല്ലാ രംഗത്തും ഗണിതശാസ്ത്രത്തിലും എഞ്ചിനീയറിംഗിലും എന്താണ് ആരോഗ്യ മേഖലയിലൊക്കെ നമ്മൾ ഉയർന്നു നിൽക്കണം. എല്ലാ മേഖലകളിലും നമ്മൾ ഉണ്ടായേ പറ്റൂ. അതോടൊപ്പം ഇതുകൂടി ഒപ്പം ഉണ്ടെങ്കിലേ നമുക്ക് അണിത്തമുള്ളൂ, നമുക്ക് മറ്റുള്ളതിനൊക്കെ പൊരുതാൻ നമുക്ക് കഴിയുള്ളൂ. ആ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് മറ്റ് ഒരുപാട് കാര്യങ്ങളെ അല്ലെങ്കിൽ ദീനിന്റെ അടിത്തറ എതിരെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതുകൂടി ഒപ്പം ഉണ്ടെങ്കിൽ മറ്റതുകൂടി ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഉസ്മാൻ സാഹിബിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ വിദ്യാഭ്യാസം കിട്ടിയേ പറ്റൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെയൊക്കെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ആശംസ പ്രകടനം നിർത്തുന്നു. വഖർദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട പ്രദേശത്തെ ഈ നാട്ടുകാരായ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, സഹോദരികളെ, കുട്ടികളെ, നമ്മുടെ ഈ അൽബനാൽ ഫ്രീ സ്കൂൾ, ഖുറാനിക് ഫ്രീ സ്കൂള് നമ്മളിവിടെ തുടങ്ങിയിട്ട് ഒരു 4 വർഷം ഇവിടെ തികഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ബുദ്ധിമുട്ട് നമ്മളെ കൊറോണയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാന്യം നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് കുറെയൊക്കെ നമ്മൾ പൂർണ്ണമായും വലിയ വമ്പിലാണെന്നൊന്നും പറയാൻ പറ്റെങ്കിലും ചെറുതായിട്ടൊക്കെ നമ്മൾ മുമ്പോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവിടെ ഈ കുട്ടികളുടെ പ്രകടനങ്ങൾ കണ്ടപ്പോൾ ശരിക്കും എനിക്കുണ്ടായ ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ കൊല്ലം, അതായത് ഈ പ്രാവശ്യം ഫസ്റ്റ് ഇയർ ആയിട്ട് ചേർന്ന കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ച ചില കാര്യങ്ങളും അവരുടെ ആ ഒരു ചടുലലും ചുറുചുറുക്കും ഒക്കെ കണ്ടപ്പോൾ അവര് മുമ്പോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ സ്കൂളിന് ഒരു പക്ഷേ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ഇതേമാതിരിയുള്ള സ്കൂളിലെ ഏറ്റവും നല്ല ഒരു ഗ്രേഡ് നമുക്ക് കിട്ടും, നമ്മളായിരിക്കും ഫസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അത്രയും ഉഷാറുള്ള നല്ല കുട്ടികളാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ചേർന്ന കുട്ടികൾ. ഇതിന്റെ ഒപ്പം ഇനി ഈ ചേരാനുള്ള അതുപോലെ തന്നെ ഇപ്പൊ ഈ പുതിയ ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ പിന്നെ വാട്സപ്പിലും ഇതിലൊക്കെ കണ്ട് കുട്ടികൾക്കൊക്കെ കുറെ വീട്ടിൽ നിന്ന് തന്നെ കുറെ പ്രാക്ടീസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതും ഇവിടുത്തെ ടീച്ചർമാരുടെ ടീച്ചറും കൂടിയിട്ട് നല്ല വിജയം ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാൻ കഴിയും. ഇതിനു മുമ്പത്തെ ആ 2 ക്ലാസ്സിനേക്കായി മെച്ചാണ് ഈ വരുന്ന കുട്ടികളുടെ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ കഴിയുന്നത്ര എല്ലാവരും നമ്മുടെ ഈ സ്ഥാപനവുമായി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കുട്ടികളെ ചേർത്ത് കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവും, സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് 2 കൂട്ടർക്കും നമുക്ക് സഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തുപോയിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും ആത്മാർത്ഥമായി പിന്നെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അറിയുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടികളൊക്കെ പിന്നെ ഇതിലേക്ക് പിന്നെ അങ്ങോട്ട് പിന്നെ നമ്മൾ പറയാന്ന് വെച്ചാല് എന്താ പറയാ പിന്നെ അവർക്കൊരു ആഗ്രഹം ഇതിൽ ചേർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കി അങ്ങനെ ഇതിൽ ചേർപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തണം എന്ന് പറയാണ്. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇവിടെ നമുക്കൊക്കെ കാണാൻ ചെറിയ കുട്ടികൾ ഇവിടെ പ്രാർത്ഥനകളൊക്കെ പിന്നെ അവതരിപ്പിച്ചു, പ്രാർത്ഥനകൾ ചൊല്ലി ഖുർആൻ ഓതി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 74 അടുത്ത് 74 വയസ്സായി. എനിക്ക് ഞാൻ എന്റെ 6 വയസ്സ് 5 വയസ്സിലൊക്കെ പഠിച്ചിരുന്ന കാലത്തുള്ള ഓർമ്മ കുറേശ്ശൊക്കെ നിൽക്കുന്നുണ്ട്. എന്റെ സഹപാഠി ഞങ്ങളൊക്കെ വന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളന്ന് പഠിക്കുമ്പോൾ അത്രയും കഴിഞ്ഞ് പഠിച്ചാലും ഇവര് ചെയ്യുന്ന മാതിരി അത്ര ബുദ്ധി നമ്മളെ ബുദ്ധിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഇവര് ഇവിടുത്തെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്നും എനിക്കൊന്നും അറിയില്ല. നമ്മളന്ന് നിസ്കാരക്കണക്ക് അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് അത്തയ്യാത്തും അതും ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിച്ച് അത് വെച്ച് ഇങ്ങനെ പോകണം. അതിൽ അടുത്ത് ഇങ്ങനെ കിട്ടുന്നത് ഇപ്പൊ കുറെയൊക്കെ പുതിയതൊക്കെ ഉണ്ടെന്നല്ലാതെ നമുക്കൊരു അടിത്തറയായിട്ട് അന്ന് കിട്ടിയിട്ടില്ല. അതിന്റെ ദോഷം നമുക്കുണ്ട്. അപ്പൊ അത് ഈ പിള്ളേർക്ക് ഈ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ ഇല്ലാതാവും. പിന്നെ ഖുർആനുമായുള്ള ബന്ധം അത് എന്തായാലും നല്ലതാണല്ലോ. ഇനിയിപ്പോ അതിന് അർത്ഥം അറിഞ്ഞ് പഠിച്ചില്ലെങ്കിലും ഓതാൻ പഠിച്ചാലും അതിന് പുണ്യമുണ്ടല്ലോ. അപ്പൊ അത് ഈ കുട്ടികളെ പഠിക്കണം. എല്ലാവരും അതിലേക്ക് പോയി ഭൗതികമായ കാര്യത്തിലേക്ക് ഈ 3 കൊല്ലം ഇവിടെ പൂർത്തിയാക്കാനുള്ള ഒരു മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഈ കുട്ടികൾ ഇപ്പൊ അടുത്ത് 1ാം ക്ലാസ്സിൽ ഇപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർക്കേണ്ട പ്രായമായിട്ടുണ്ടോ. അപ്പൊ അവിടെ ഇവിടുത്തെ 3 കൊല്ലം കഴിഞ്ഞാൽ അവിടെ 2ാം ക്ലാസ്സിൽ ചേർക്കാം, അവിടെ എടുക്കും. അതിനുള്ള കഴിവ് അറിവ് ഈ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമാധാനം വെച്ചിട്ട് കുട്ടികളെ ഇവിടെ തുടർന്ന് പഠിപ്പിക്കണം എന്നും കൂടി രക്ഷിതാക്കളോട് പിന്നെ ഒരു ഉപദേശം നൽകുക. അതിൽ അധികം സംസാരിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസയും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് പടച്ച തമ്പുരാൻ ഇതൊരു വിജയമായി ഈ തെക്കൻ കുറ്റൂരിന്റെ ഒരു അഭിമാന സ്ഥാപനമായി നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വലാഖിബത്തുൽ ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വേദിയിലിരിക്കുന്ന KNM മണ്ഡലം പ്രസിഡന്റ് എഞ്ചിനീയർ മുഹമ്മദ് സാഹിബ്, മദ്രസ സദറുൽ മുദരിസ് അബ്ദുർ റഹൂഫ് സർ, മറ്റു KNM-ന്റെയും മറ്റു വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ പ്രീ സ്കൂളിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഓർമ്മകളിൽ ഏറ്റവും അധികം മറക്കാനാവാത്ത ഒരു ഇടമാണ് ഈ പ്രീ സ്കൂൾ എന്ന അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ട് എന്നുള്ളത്. ഇവിടെ കുട്ടികൾക്ക് സമ്മാനം കിട്ടി, അത് പ്രോത്സാഹന സമ്മാനം കിട്ടി, അതൊന്നും മറക്കാനാവാത്ത രക്ഷിതാക്കൾക്കായാലും വിദ്യാർത്ഥികൾക്കായാലും. കാരണം ഇത് വളർത്തിക്കൊണ്ടുപോവാൻ നമ്മൾക്കും കഴിയണം, രക്ഷിതാക്കളായ നിങ്ങൾക്കും കഴിയണം. പക്ഷെ ഇന്ന് ലോകത്ത് ഏതെങ്കിലും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മദ്രസിലേക്ക് വരുന്ന കുട്ടി ബീവിയും അതേ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ദേവിയും ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്വന്തം പെൺകുട്ടി ഉമ്മാന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ അല്ലെങ്കിൽ കടന്നു വരുമ്പോ എന്തുകൊണ്ട് മദ്രസയിൽ പോയ പെൺകുട്ടി എന്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തട്ടമിടാതെ പോകുന്നു എന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളാകട്ടെ അമുസ്ലിങ്ങളെ തട്ടം പിടിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നും എന്തില്ല ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികളുമായിട്ട് ധാർമ്മികത വേണം, ധാർമ്മികത മൂല്യങ്ങൾ വേണം. കുട്ടികൾക്ക് ഖുർആനുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ ഇന്നൊന്നും രക്ഷിതാക്കൾക്ക് അതിന് നേരെയല്ല. നമ്മൾ എങ്ങനെങ്കിലും ടൈം കണ്ടെത്തണം. നമ്മളെ മക്കളെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം, അതിനുള്ള പണിയെടുക്കണം. ഇപ്പൊ ഇന്ന് ഇവിടുന്ന് കിട്ടിയ
പ്രോത്സാഹനങ്ങളാവട്ടെ, രക്ഷിതാക്കളാവട്ടെ ഒക്കെ ഏറെ സന്തോഷമായിട്ട് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. അതേപോലെ തന്നെ ഇത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പൊ MSM ആയാലും എന്തായാലും ഞങ്ങളെ വാരണാകര ശാഖയിൽ ഇതിനൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി എടുത്തിട്ടുണ്ട്, അതിന് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം കമ്മിറ്റി ആയാലും ഒക്കെ ചർച്ച ചെയ്ത് എല്ലാ വിഷയങ്ങളും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വർഷം, ഈ വർഷം തന്നെ എന്ത് ചെയ്യണം, നമുക്കിത് വലിയൊരു സ്ഥാപനമായിട്ട് വലിയ കുട്ടികൾ ഉൾക്കൊള്ളിച്ചിട്ട് നല്ലൊരു രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ എല്ലാവിധ പിന്തുണയും ഇതിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള തെക്കൻകുറ്റൂർ അൽമനാർ ഖുർആനിക് പ്രീ സ്കൂളിന്റെ ഭാരവാഹികളെ, വിവിധ സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും അമരക്കാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, മറ്റു സഹോദരി സഹോദരങ്ങളെ, സുദീർഘമായ ഒരു സംസാരത്തിന് യോജിച്ച സമയമല്ലെന്ന് മനസ്സിലാക്കി തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഒരു മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാർഷികത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്താണ് അൽമനാർ എന്ന് ഞാൻ പറയാതെ തന്നെ പല ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ധാർമ്മികമായ അടിത്തറയിൽ ശാസ്ത്രീയവും നൂതനവുമായ സിലബസോടുകൂടി നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ ഉതകുന്ന ഒരു സംവിധാനമാണ് അൽമനാർ ഖുർആനിക് പ്രീ സ്കൂൾ. കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ബ്രാഞ്ചുകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരമൊരു സ്ഥാപനം ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുവെന്നത് ഈ നാട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരവസരവും സൗഭാഗ്യവുമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. വിശിഷ്യ ധാർമ്മിക മൂല്യങ്ങളും മാനുഷിക ഗുണങ്ങളും വലിയ തോതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു തികഞ്ഞ ധാർമ്മിക അച്ചടക്കത്തോടെയും ആത്മീയ ബോധത്തോടെയും നമ്മുടെ മക്കൾക്ക് പഠിക്കുവാനും വളരുവാനും ഇത്തരം സ്ഥാപനങ്ങൾ, സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവും വിജ്ഞാനവുമൊക്കെ നേടിയെടുക്കുക എന്നതിലുപരി അതെല്ലാം ധാർമ്മികതയിലൂടെയും മൂല്യാധിഷ്ഠിതമായ രൂപത്തിലായിരിക്കുകയും ചെയ്യുക എന്നുള്ളത്, അതല്ലെങ്കിൽ ധാർമ്മികവും മൂല്യാധിഷ്ഠിതവുമായി മാറുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലാത്ത പക്ഷം അത് സമൂഹത്തിന് തന്നെ ദോഷകരമാം വിധം അപകടകരമായി പോകുമെന്നതിന്റെ വളരെ വ്യക്തമായ തെളിവുകളാണ് ഏതാനും ദിവസങ്ങളായി നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കലാലയത്തിന്റെ ക്യാമ്പസിൽ വിദ്യ അഭ്യസിക്കാനെത്തിയ പാവപ്പെട്ട വിദ്യാർത്ഥിയെ തന്റെ കൂടെ താമസിക്കുന്ന സഹോദര തുല്യരായ സഹപാഠികൾ ദാരുണമായി കൊലപ്പെടുത്തിയ വാർത്തയാണ് ദിവസങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിദ്യ അഭ്യസിച്ചവരും അറിവ് നേടിയവരുമാണ്. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന തിരിച്ചറിവ് നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഗുണകരമാകുന്ന രൂപത്തിലായില്ല എന്നത് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വർഷങ്ങളോളം മക്കളുടെ ഉയർച്ചയ്ക്കു വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച, പിതാവിന്റെ അധ്വാനത്തെ തിരിച്ചറിയാൻ കഴിയാത്ത, മാസങ്ങളോളം നമ്മുടെ ജനനത്തിനു വേണ്ടി സുഖങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റി നിർത്തിയ ഒരു മാതാവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് എന്ത് സംഭാവനയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അവിടെയാണ് അൽമനാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്താണ് എന്ന്
നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ 3 വർഷത്തിനുള്ളിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിപ്പഠിക്കാൻ അവസരം ലഭിച്ചവരാണ്. സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ മുന്നിലിരിക്കുന്ന 50ഉം 60ഉം വയസ്സ് പിന്നിട്ട എത്രയോ ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ എത്ര തവണ ഓതി തീർക്കാൻ സാധിച്ചിട്ടുണ്ട്? ആദ്യം മുതൽ അവസാനം വരെയും ഒരു തവണ കൃത്യമായി തെറ്റുകൂടാതെ ഓതി തീർക്കാൻ സാധിച്ച എത്രയാളുണ്ടെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി പറയാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. റമദാനാണ് വരുന്നത്. ഒരു റമദാൻ വരുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഖത്മ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി ഖുർആൻ കയ്യിലെടുത്ത എത്ര ആളുകൾക്ക് റമദാൻ പൂർത്തിയാകുമ്പോ അത് ഓതി തീർക്കാൻ സാധിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ കഴിയാറുള്ളൂ. ഇനി നമ്മൾ ഓതി തീർത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു തെറ്റും കൂടാതെ വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ സഹിതം എത്ര ആളുകൾക്ക് ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് സത്യം. അവിടെയാണ് ഈ ഭൂമിയിൽ ജനിച്ചിട്ട് 5ഓ 6ഓ വർഷങ്ങൾ മാത്രമായിട്ടുള്ള നമ്മുടെ കുരുന്നു വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗം മുതൽ മറുഭാഗം വരെ പരമാവധി തെറ്റുകളില്ലാതെ വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമം തജ്വീദ് അനുസരിച്ച് ഒന്നിലധികം തവണ ഓതി തീർക്കാൻ അവസരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ചവരാണ് ആ വിദ്യാർത്ഥികൾ. അതോടൊപ്പം തന്നെ അതിന് അവസരം കണ്ടെത്തിയ, അതിനവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അവരുടെ രക്ഷിതാക്കൾ. ഇവിടെ ആരോ സൂചിപ്പിക്കുകയുണ്ടായി, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവ് ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ആദരവിന്റെ താജുൽ വഖാർ എന്ന് പറയുന്ന കിരീടം അണിയിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അത് അണിയിക്കപ്പെടുന്ന സമയത്ത് അവർ ചോദിക്കുമത്രേ, എന്തിനാണ് ഞങ്ങൾക്ക് ഇത് നൽകപ്പെട്ടതെന്ന്? മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ ഇതിന് അർഹരായത് എന്ന് അവരോട് പറയപ്പെടും. ആ രൂപത്തിൽ ഒരു വലിയ അംഗീകാരത്തിന് അവർ സാക്ഷികളാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊരു ചിത്രമാണെങ്കിൽ അള്ളാഹുവിന്റെ ആദരവ് ലഭിക്കാൻ മാത്രം ഒരു ഉന്നതമായ കാര്യമാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന സന്തോഷം എത്രയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ഇവിടെ നിന്ന് നമ്മൾ സമ്മാന വിതരണം നടത്തി. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിക്കുമ്പോ എത്ര അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ അത് ഏറ്റുവാങ്ങുന്നത്. അത് ഒരു MLA കയ്യിൽ നിന്നാണെങ്കിൽ നമുക്ക് എത്രത്തോളം അഭിമാനബോധമുണ്ട്. അതൊരു മന്ത്രിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ നമുക്ക് എത്രമാത്രം അഭിമാനമുണ്ടാകും. അതൊരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ലോകമറിയപ്പെടുന്ന ഒരു വലിയ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയോ വളരെ വേണ്ടപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ അത് നമ്മെ എത്രമാത്രം അഭിമാനപുളകിതരമാക്കും. എങ്കിൽ ഈ ലോകത്തിന്റെ സിട്ടാവായ, പ്രപഞ്ച സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ്. മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് മക്കളെ ശരിയായ രൂപത്തിൽ വഴി നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ പരലോകത്ത് തങ്ങൾക്കെതിരെ മക്കൾ അള്ളാഹുവിന്റെ അടുക്കൽ സംസാരിക്കുന്ന, സംവദിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. പരലോകത്ത് ഈ നമ്മുടെ മക്കൾ വന്നു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അള്ളാഹുവേ, ദീനിന്റെ ബാലപാഠങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തരേണ്ട പ്രായത്തിൽ ഞങ്ങൾക്കതിന് അവസരം നൽകാത്ത, അതിനുള്ള ഞങ്ങളുടെ അവസരങ്ങളെ നിഷേധിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഇരട്ടിയായി ശിക്ഷ നൽകണേ. ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയുടെ ഭാഗം അവർക്കും നീ വീതിച്ചു കൊടുക്കണമെന്ന് പറയുന്ന, നമുക്കെതിരെ സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും വരാനുണ്ട് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ദീനീ ബോധവും ധാർമ്മിക ചിന്തയും ഒക്കെ വളർത്തിയെടുക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ
ഓരോ നാട്ടിലും ഉണ്ടായിരിക്കുക എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും അത്തരം സംവിധാനങ്ങളുടെ പ്രചാരകരാവുക എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. അവിടെയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരുപാട് ബാധ്യതകളിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഈ സ്ഥാപനത്തെ നഷ്ടപ്പെടുത്താതെ സമൂഹത്തിന് മുഴുവനും ഒരു വിളക്കായി ഇതിവിടെ ജ്വലിച്ചു നിൽക്കണം. ഈ വരുന്ന തലമുറക്ക് ശരിയായ സത്യത്തിന്റെ, ന്യായത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ ഈ വെള്ളി വെളിച്ചം ഈ നാട്ടിൽ പ്രസരിപ്പിക്കപ്പെടാമെന്ന ആത്മാർത്ഥമായി ചിന്തയുള്ള ഒരു വിഭാഗം ആളുകൾ ഇത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിന് മാനസികമായ ഒരു പിന്തുണയെങ്കിലും നൽകാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു നന്മയുടെ പ്രചാരകരാണെന്ന് പറയാൻ കഴിയില്ല. സാമ്പത്തികമായി ചിലപ്പോൾ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, ശാരീരികമായി തന്നെയും ചിലപ്പോൾ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. നമുക്കൊണ്ട് ഒരു പ്രാർത്ഥനയാണ് സാധിക്കുന്നതെങ്കിൽ, മാനസികമായ ഒരു പിന്തുണയാണ് സാധിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സന്നദ്ധരാകണം. അതും നമ്മുടെ പ്രബോധനങ്ങളുടെ ഭാഗമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധ കടമയുടെ ബാധ്യതയുടെ ഭാഗമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഒരു കുട്ടിയുടെ ശരിയായ ബുദ്ധിവികാസം സംഭവിക്കുന്നത്, വിദ്യാഭ്യാസ രംഗത്തെ വിചക്ഷണന്മാർ പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലയളവിലാണ്. ഈ കാലയളവാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തേണ്ട, അവന്റെ വ്യക്തിവികാസത്തെ രൂപപ്പെടുത്തേണ്ട ഏറ്റവും നല്ല സമയത്ത് അവന് ശരിയായ ദീനിന്റെ അറിവുകൾ പകർന്നു നൽകാൻ തയ്യാറാകേണ്ടത്. പലപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? മക്കൾക്ക് വലിയ ഉയർന്ന ഭൗതികമായ വിദ്യാഭ്യാസം നൽകണമെന്ന ആഗ്രഹത്താൽ വളരെ വലിയ കാശ് ചെലവഴിച്ച്, വലിയ പണം ചെലവഴിച്ച് ഒരുപാട് ദൂരെയുള്ള സ്ഥാപനങ്ങളിൽ അതിരാവിലെ കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ ഈ ദുനിയാവിന്റെ ഉയർച്ചകളെയാണ്, നേട്ടങ്ങളെയാണ് പലപ്പോഴും നോക്കിക്കാണുന്നത്. ശരിയായ ഈ ധാർമ്മിക ചിന്തയും ആത്മീയ ബോധവും ലഭ്യമാകാത്ത കുട്ടികൾ പലപ്പോഴും മക്കൾക്ക് തന്നെയും നഷ്ടമാകുന്നു. ഒരുപാട് അധ്വാനിച്ചിട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടാണ്, സമ്പത്ത് ചെലവഴിച്ചിട്ടാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. പക്ഷേ ഇന്നവര് എന്നെ നോക്കാൻ പോലും നേരമില്ലെന്ന് പറയുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരം രക്ഷിതാക്കൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിന് കാരണം? മാതാപിതാക്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ, സഹപാഠികൾ ആരാണെന്ന് തിരിച്ചറിയാൻ, സഹോദരങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ കൃത്യമായി ദിശാബോധം നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതിക്ക് മാത്രമാണ് നമ്മുടെ മക്കളെ ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമ്മൾ ഒരിക്കലും തിരിച്ചറിയാൻ വൈകിക്കൂടാ. പലപ്പോഴും ഇങ്ങനെ എല്ലാം സംഭവിച്ചിട്ട് അവർക്ക് പിന്നീട് രക്ഷിതാക്കളോടുള്ള ബാധ്യതയെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും അവസരം ലഭിക്കണം. അവരെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന പലരും ആളുകളുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിയുടെ ശരിയായ ബുദ്ധിവികാസം നടക്കുന്ന 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലയളവിൽ നൽകേണ്ടുന്ന ആ വിദ്യാഭ്യാസം എല്ലാം നഷ്ടപ്പെട്ട് ഒരു മനുഷ്യന്റെ സമ്പൂർണമായ വിദ്യാഭ്യാസം നടന്നതിന് ശേഷം നമ്മൾ അതൊരാൾക്ക് നൽകണമെന്ന് തീരുമാനിച്ചാൽ എങ്ങനെയാണ് കഴിയുക? എന്നാൽ ഈ പ്രായത്തിൽ, ഈ കാലയളവിൽ കൃത്യമായ ധാർമ്മിക ചിന്തയും ദീനീ നിഷ്ഠയും നാം അവരെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ മരണം വരെയും അതവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾ ഈ ഒരു പ്രായം തന്നെ ഇത്തരം ഇസ്ലാമിക് പ്രീ സ്കൂളുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം സംവിധാനങ്ങൾ വന്നപ്പോ ആദ്യ സമയത്തൊക്കെ ഒരുപാട് വലിയ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകളൊക്കെ എതിർത്ത് സംസാരിച്ചിരുന്നു. സ്വന്തം ഉമ്മയുടെ ചൂടും ചൂരുമറിഞ്ഞു നിൽക്കേണ്ടുന്ന മക്കളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ മാത്രം ഏത് മാതാവിനാണ് മനസ്സ് മരവിച്ചു പോയത് എന്ന് ചോദിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അവർ മനസ്സിലാക്കി ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ ഈ പ്രായത്തിൽ ഒരു വല്ലാത്ത പങ്കുണ്ട്. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ സമയവും പ്രായവും ഇത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയെത്ര പ്രീ സ്കൂളുകളാണ് കൂണുപോലെ നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിലും ഇന്ന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കുട്ടികളെ പറഞ്ഞയക്കുകയാണ്. 3 വയസ്സ് കഴിയുന്നത് വരെ
5 വയസ്സ് കഴിയുന്നത് വരെ 6 വയസ്സ് കഴിയുന്നത് വരെ ഞാൻ എന്റെ കുട്ടിയെ ഒരു സ്കൂളിലേക്കും പറഞ്ഞയക്കൂല. അത് മദ്രസയാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞയക്കാൻ തയ്യാറെന്ന് പറഞ്ഞവരെല്ലാം കുട്ടികളെ പറഞ്ഞയക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ശരിയായ തർബിയത്തും തസ്കിയത്തും നൽകേണ്ടുന്ന സന്ദർഭത്തിൽ നാം അത് നൽകാൻ തയ്യാറായാൽ അവർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അവർ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിന് തന്നെയും എപ്പോഴും ഒരു വലിയ മുതൽക്കൂട്ടായി ഉണ്ടാകുമെന്ന് മാത്രമല്ല, അല്ലാത്ത പക്ഷം അവർ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിന് തന്നെയും ഭീഷണിയായി മാറും. അതിനേക്കാൾ ഉപരി ഞാൻ സൂചിപ്പിച്ചതുപോലെ പരലോകത്ത് പോലും അവർ നമുക്കെതിരെ തിരിച്ചടിയാകുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അത്തരമൊരു ചിന്താഗതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള സ്ഥാപനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 വയസ്സോ 4 വയസ്സോ കഴിഞ്ഞ പ്രായമെത്തിയ കുട്ടികളെ നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്നു. 3 വർഷങ്ങൾ കഴിഞ്ഞാൽ ആ കുട്ടി വിശുദ്ധ ഖുർആൻ കയ്യിൽ കൊടുത്ത് എവിടെ നിന്ന് ഖുർആൻ ഓതാൻ ആവശ്യപ്പെട്ടാലും അതിന്റെ തജ്വീദ് നിയമങ്ങൾ സഹിതം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. പിന്നീട് ആ കുട്ടിക്ക് ആവശ്യമുള്ളത് ആ പഠിച്ച അറിവ് നിലനിർത്തുവാനുള്ള സൗകര്യങ്ങളായിരിക്കണം, അതിനുള്ള സംവിധാനങ്ങളായിരിക്കണം, അതിന്റെ തുടർച്ച ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരിക്കണം, അതിനുള്ള കുടുംബാന്തരീക്ഷമാകണം. ഇതൊക്കെ പഠിച്ചു വന്നൊരു കുട്ടിക്ക് അത്തരമൊരു കുടുംബാന്തരീക്ഷമല്ല അവന്റെ വീട്ടിലുള്ളതെങ്കിൽ, ഞാൻ അൽമനാറിൽ പഠിപ്പിച്ച കുട്ടിയാണ്, പക്ഷേ പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ നൽകുന്ന ആ ശിക്ഷണം അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കുടുംബാന്തരീക്ഷത്തോടുകൂടി നമുക്ക് അവരെ വളർത്താൻ കഴിഞ്ഞാൽ അവര് നമ്മുടെ മരണത്തിന്റെ അവസാന ശ്വാസം വരെ നമ്മുടെ കിടക്കയുടെ, നമ്മുടെ കട്ടിലിന്റെ തൊട്ടടുത്തുണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കൊരിക്കലും സന്ദേഹിക്കേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് കിട്ടാവുന്ന എത്ര വലിയ വിദ്യാഭ്യാസം, എത്ര വില കൊടുത്തു നിങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്താലും ഒരുപക്ഷെ വിവാഹത്തിനപ്പുറത്ത് നിങ്ങൾ ഒരിക്കൽ പോലും കാണാൻ മരണം വരെ ചിലപ്പോ അവന് സന്നദ്ധനായിക്കൊള്ളണമെന്നില്ല. കാരണം മാതാവ് ആരാണെന്ന്, പിതാവ് ആരാണെന്ന്, സഹോദരങ്ങൾ ആരാണെന്ന്, സഹോദരി ആരാണെന്ന്, കുടുംബം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. തീർച്ചയാണ്. അതുകൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കുകയല്ല. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി തിരിച്ചറിയണം. മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകാൻ, സൗകര്യമുണ്ടാകാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ അറിവിൽ തന്നെ ഉണ്ട്. ആരെങ്കിലും 4 ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ മക്കളെ പഠിപ്പിക്കാമായിരുന്നു എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഞാനും ഇതുപോലത്തെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. എനിക്കറിയാം 15-20 കിലോമീറ്റർ നിന്നാണ് പലരും കുട്ടികളെ പറഞ്ഞയക്കുന്നത്. ഇതുപോലൊരു ചെറിയ സ്ഥാപനമായി തുടങ്ങി വെച്ചു. രക്ഷിതാക്കളുടെ അമിതമായ നിർബന്ധം കാരണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി പിന്നീട് അതൊരു വലിയ സ്ഥാപനമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാം ക്ലാസ് ആരംഭിച്ചു, അത് പോരെന്ന് പറഞ്ഞു. 2-ാം ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെട്ടു, 3-ാം ക്ലാസ് വേണമെന്ന് പറഞ്ഞു, 4-ാം ക്ലാസ്സും കഴിഞ്ഞു, ഇപ്പൊ 5-ാം ക്ലാസ് വരെ എത്തി നിൽക്കുകയാണ്. 100-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഒരു ചെറിയ വാടക ബിൽഡിംഗിൽ, ഒരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയിരുന്ന സ്ഥാപനത്തെ സ്വന്തമായി ഭൂമിയെടുത്ത് ഒരു നല്ല കെട്ടിടം നിർമ്മിച്ച് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥാപനമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യാർത്ഥം അതിനുവേണ്ടി സ്ഥലമെടുത്തിരിക്കുകയാണ്. രക്ഷിതാക്കളുടെ ആവശ്യമാണ് നമ്മുടെ പ്രചോദനമായി മാറിയത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാകുമെങ്കിൽ തീർച്ചയായും നമ്മുടെ മാനേജ്മെന്റ് അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. അതിന്റെ തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല കഴിവുള്ള അധ്യാപകർ, എല്ലാം ചെയ്തു തരാൻ സന്നദ്ധരായ ഭാരവാഹികൾ, അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ നാടിനെ എല്ലാവിധത്തിലുള്ള തിന്മകളുടെ, തെറ്റുകളുടെയും എല്ലാവിധ കൂത്തരങ്ങുകളിൽ നിന്ന് നമ്മുടെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഒരു നല്ല
നാളെയുടെ വക്താക്കളാക്കി മാറ്റാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഇതിന്റെ ഭാഗമാകണം, എല്ലാവരും ഇതിന്റെ പ്രചാരകരാകണം. നമുക്ക് മക്കളില്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളെ പറഞ്ഞയക്കാൻ, നമുക്ക് പേരമക്കളില്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള കുടുംബത്തിലുള്ള നമ്മുടെ ബന്ധത്തിലുള്ള ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാനും, ഒരു കുട്ടിയെങ്കിലും ഖുർആൻ പരിപൂർണമായി ഓതി തീർത്ത് ഇവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ആ കുട്ടി മരിക്കുന്നതുവരെ ഖുർആൻ പാരായണം നടത്തുന്നതിന്റെ ഓരോ ഹറഫിന്റെ പുണ്യവും ഞാൻ മരണപ്പെട്ടാലും എന്റെ ഖബറിൽ എനിക്ക് നിലക്കാത്ത പ്രതിഫലമായി, അണമുറിയാത്ത പ്രതിഫലമായി ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന തിരിച്ചറിവിൽ നിന്ന് അതിന്റെ ഭാഗമാകാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ഖുർആനിക് പ്രീ സ്കൂളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു മദ്രസ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷത്തോളമായി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലക്ക് എനിക്ക് പറയാൻ കഴിയും, വളരെ നല്ല കഴിവുറ്റ അധ്യാപകർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സഹോദരങ്ങളെ, ഒരുപാട് 19 വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്ത് പരിഗണിക്കുമ്പോ അത്ര കുട്ടികളെ കണ്ടാ പോരാ, ഒരുപാട് കുട്ടികൾ ഇനിയും പഠിക്കാൻ വരേണ്ടതുണ്ട്. പക്ഷേ പലർക്കും ഈ ദീനി വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മനസ്സിലായിട്ടില്ല. ഇപ്പോ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഓൺലൈനിലായാലും കുഴപ്പമില്ല, ദീനി വിദ്യാഭ്യാസം കിട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ ക്ലാസിന്റെയും പിന്നെ സ്കൂളിന്റെയും മറ്റു കോച്ചിങ്ങിന്റെയും ട്രെയിനിങ്ങിന്റെയും ട്യൂഷന്റെയും ഒക്കെ ശേഷം തന്നെ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ എന്ന നിലക്ക് ദീന് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ തേടി നടക്കുകയാണ്. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൺമുന്നിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായാൽ പിന്നീട് നമുക്കത് കിട്ടാത്തതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരില്ല. ഇവിടെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടാത്തതിന്റെ പ്രയാസങ്ങൾ അവർ നമ്മളുമായി പങ്കുവച്ചു. ഇനി വരുന്നൊരു തലമുറക്ക് ഇത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി ഇങ്ങനൊരു സൗകര്യം ചെയ്തു തരാത്തതിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത് എന്ന് വരുന്ന നമ്മുടെ മക്കൾ, വരുന്ന നമ്മുടെ തലമുറ ഒരിക്കലും പറഞ്ഞു പോകരുത്. അതുകൊണ്ട് ഉള്ള സംവിധാനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞത് ഒരു പ്രീ സ്കൂൾ മാത്രമല്ല, വലിയൊരു സംവിധാനമുണ്ട്, ഒരു പള്ളിയുണ്ട്, അതിനനുബന്ധിച്ച് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10ാം ക്ലാസ് പൂർത്തിയാക്കിയ ആളുകൾക്ക് കണ്ടിന്യൂ പിന്നെ ഒരു തുടർ മതപഠന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ അവസരങ്ങളും ഉണ്ട്. പക്ഷേ അവസരങ്ങൾ കൂടുന്തോറും പലപ്പോഴും അത് ഉപയോഗിക്കാൻ ആളില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മദ്രസയിൽ ഏറ്റവും നല്ല കഴിവുള്ള, ബുദ്ധിപരമായി ഭൗതികമായി കഴിവുള്ള കുട്ടികളെ കണ്ടെത്താനുള്ള ഒരു പുതിയ രീതി, ഒരു പുതിയ എക്സാം മദ്രസ തലങ്ങളിൽ ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അന്നുജൂം ടാലന്റ് എക്സ്പ്ലോർ എന്നാണ് അതിന്റെ പേര്. അതിന്റെ ആദ്യഘട്ട എക്സാം, ആദ്യഘട്ട പരീക്ഷ ഇപ്പൊ നടന്നു കഴിഞ്ഞു. 100 ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്ന ചോദ്യപേപ്പർ ഉൾപ്പെടുന്ന ഒരു പരീക്ഷയാണ് ആദ്യഘട്ടം. അതിൽ 69 മാർക്കിൽ അധികം വാങ്ങിയ കുട്ടികൾക്ക് 2ാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരമുണ്ടായി. 2ാം ഘട്ട പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. 3ഉം 4ഉം ഘട്ടങ്ങളായി പരീക്ഷ പൂർത്തിയാക്കി വിജയിക്കുന്നവർക്ക് വലിയ ക്യാഷ് അവാർഡും മറ്റുമൊക്കെയാണ് നമ്മുടെ ബോർഡ് പിന്നെ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനെ കണ്ടെത്തുന്ന പ്രതിഭകളായ കുട്ടികളെ അവരെ നമ്മുടെ ഇത്തരം സംവിധാനങ്ങളുടെ, ദീനി ദഅ്വാ സംവിധാനങ്ങളുടെ ഒരു ഭാഗമാക്കുവാനും അതിന് സഹായകമാകുന്ന രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാനുമുള്ള തീരുമാനമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ പരീക്ഷയിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് 1ാം ഘട്ട മത്സരത്തിൽ 72 മാർക്ക് വാങ്ങി ഒരു കുട്ടി വിജയിക്കുകയുണ്ടായി. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ അനുമോദനങ്ങളും മറ്റും കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ആസ്ഥാനമായ കോഴിക്കോട് വെച്ച് നിർവഹിക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ 2ാം ഘട്ട പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിട്ടില്ലെങ്കിലും 60% മുകളിൽ മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികൾ, 2-3 കുട്ടികൾ നമ്മുടെ മദ്രസയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ അതിന് പ്രേരിപ്പിക്കുകയും ഇത്തരം സംവിധാനങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തതിന്റെ പിന്നിൽ നിങ്ങൾക്കും അതേ രക്ഷിതാക്കൾക്കും വലിയ പ്രതിഫലമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമ്മാനത്തിന് അവരും അർഹരാണ്. അതിനേക്കാൾ അള്ളാഹുവിന്റെ അടുത്ത് അത്രയും വലിയ ആദരവിനും ബഹുമാനത്തിനും അവരെല്ലാം അർഹരാണ് എന്നത് ഇവിടെ നിന്ന് കുട്ടികൾ ആ സമ്മാനങ്ങൾ മേടിക്കുമ്പോ
നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നിങ്ങൾ അതിന് തയ്യാറായതുകൊണ്ടാണ് കുട്ടികളെല്ലാവരും അതിന് സന്നദ്ധരായത്, കുട്ടികൾക്ക് ഇതിന് സാധിച്ചത് എന്നാണ്. ഞാനിവിടെ ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കിയ കുട്ടികളുടെ സമ്മാനം മേടിക്കുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ആ കുട്ടികൾ മാത്രമല്ല, അതുപോലെ ആ കുട്ടികളുടെ രക്ഷിതാക്കളും അതർഹിക്കുന്നുണ്ട്. അതിനവരെ പറഞ്ഞയക്കാൻ അവർ കാണിച്ച മനസ്സും അതിനവർ നൽകിയ പൂർണ്ണമായ പിന്തുണയുമാണ് ആ 3 വർഷം പൂർത്തിയാക്കാൻ അവരെ സഹായിച്ചത്. കുറെ ആളുകളുണ്ട് ഇതുപോലെ ആവേശത്തിൽ കുട്ടികളെ കൊണ്ടു ചേർക്കും. 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ പാതി വഴിയിൽ ആ പരിശ്രമങ്ങൾ അവസാനിപ്പിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപാരമായ ക്ഷമയും എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും തട്ടിമാറ്റി അത് പൂർത്തിയാക്കാൻ അവർ കാണിച്ച ആ താല്പര്യം തീർച്ചയായും അതുകൊണ്ട് അതിന്റെ പ്രതിഫലത്തിന് അവരും അർഹരാണ്. നിങ്ങൾക്കും അഭിമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥം വായിക്കപ്പെടുന്ന കാലമത്രയും അതിന്റെ പ്രതിഫലം എനിക്കും ഉണ്ടാകുമെന്ന നിലക്ക് നിങ്ങൾക്കും ഓരോരുത്തർക്കും അത് അഭിമാനകരമായ നിമിഷമാണ്. അങ്ങനെയാവട്ടെ ഈ ലോകത്തുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹായ മക്കളാക്കി മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മറ്റു KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും പ്രവർത്തകരെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് അൽമനാർ ഖുർആനിക് ഫ്രീ സ്കൂൾ സംഘടിപ്പിച്ച ആനുവൽ ഡേ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊണ്ടാണ്. അപ്പോ ഇവിടെ കുരുന്നുമക്കൾ അവതരിപ്പിച്ച പരിപാടികൾ കണ്ടപ്പോ എന്താ പറയാ, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയും അതുപോലെ തന്നെ എന്താ പറയാ, ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കിയപ്പോ എന്താ പറയാ, അധ്യാപകർക്ക് കൊടുത്ത അതേ ഒരു എന്താ പറയാ മുൻഗണന അതുപോലെ അവരുടെ പേരൻസിനും നൽകണം എന്ന് തന്നെയാണ് എൻ്റെ ഇത്. പിന്നെ ഇത് ഇവിടെ വെച്ച് നിർത്താതെ തുടർന്നും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്താ പറയാ, ഒരു നോമ്പ് വരുമ്പോഴോ അല്ലാതെ വല്ല കാലത്ത് ഖുർആൻ എടുക്കുന്നതിന് പകരം എല്ലാ ദിവസവും 2 പേജെങ്കിലും എന്താ ചെയ്യാ ഖുർആൻ നിർത്താതെ എന്നും ഓതിപ്പിക്കണമെന്ന് അറിയിപ്പിക്കണം. അതുപോലെ തന്നെ MSM-മായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയണം. ഖുർആൻ വിജ്ഞാന പരീക്ഷ ഈ വരുന്ന മാർച്ച് 31 നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ജുമുഅ ദിവസങ്ങളിലും അതുപോലെ എന്താ പറയാ ഞങ്ങള് MSM-ന്റെ ഭാരവാഹികൾ എന്ത് ചെയ്യും, വീടുകളിൽ വരും. അപ്പോൾ അതുമായി സഹകരിക്കണമെന്നും അറിയിക്കുകയാണ്. അതുപോലെ അപ്പോൾ എന്നിൽ അർപ്പിതമായ കർത്തവ്യം നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഷ്റഫ് ചെട്ടിപ്പടി അദ്ദേഹത്തിന്റെ ഭാവത്തിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റൌസലായി അദ്ദേഹത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മറ്റു KNM-ന്റെ ISM-ന്റെ എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكواي من يستجيب الدعاء إلا الذي قد دعانا إليه من لي غيرك ربي معقود فيه رجايا لا تعاملني بذنبي يا جواد يا كريم إنني عبد ضعيف حظه لا يستقيم لا تحرمني ربي من لطفك العميم فسقامي يتعبدني يا ربي الرحيم قل له كن فيكون قل له كن فيكون قل له كن فيكون قل له كن فيكون يا مجزلا بالعطاء لا حول لي كي أحال إليه من لي غيرك ربي يسمع مني شكواي يا من لقلبي شفاء من كل داء خلقت دواء من لي غيرك ربي يشفيني يا مولاي على جبين سعادتي وأفكاري تجري الحروف بأشواق وأزدان
وأطياري عروسة النور تاج البدر يبرزها نجما يشع بأنوار وأنوار مبارك زوجها جاءت على درر زوج النقاء بتتويج وإبهار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار على جبين سعادتي وأفكاري تجري الحروف بأشواق وأزدهار هذه يا قد سرت للسعد في أمل تروي الجمال بألفان وأطيار أسماء ترسم ألحان الوفا كلما يبدو بديعا على خير وإيثار ومريم ترتوي بالحب قد بعثت ألفاظها فرحة تروى بأمطار كذاك شيماء تسقي الروح بهجتها وتنتقي حبها من غير اختار كذاك شيماء تسقي الروح بهجتها وتنتقي حبها من غير اختار كل التباريك تجري يا وبها كل الدعاء إلى رحمن الباري بأن يفيض عليك الله نعمته ذرية تزدهي في كوننا الساري كل التباريك تجري يا وبها كل الدعاء إلى رحمن الباري وأطيار عروسة النور تاج البدر يبرزها نجما يشع بأنوار وأنوار مبارك زوجها جاءت على درر زوج النقاء بتتويج وإبهار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وعلى جبين سعادتي وأفكاري تجري الحروف بأشواق وأزدهار هذه يا قد سرت للسعد في أمل تروي الجمال بألفان وأطيار عروسة النور تاج البدر يبرزها نجما يشع بأنوار وأنوار مبارك زوجها جاءت على درر زوج النقاء بتتويج وإبهار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار على جبين سعادتي وأفكاري تجري الحروف بأشواق وأزدهار هذه يا قد سرت للسعد في أمل تروي الجمال بألفان وأطيار أسماء ترسم ألحان الوفا كلما يبدو بديعا على خير وإيثار ومريم ترتوي بالحب قد بعثت ألفاظها فرحة تروى بأمطار كذاك شيماء تسقي الروح بهجتها